Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് +2 എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു അടിപൊളി സ്റ്റഡി ടൈം ടേബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, കൃത്യമായൊരു സ്റ്റഡി ടൈം ടേബിൾ വെച്ച് നിങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗോളിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. +2ൻ്റെയും സേ ബാച്ചിൻ്റെയും അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി സേ ബാച്ചിൻ്റെ ക്ലാസ്സസും സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയും ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്, 7012787895. Let's discuss SEBAT സ്റ്റഡി ടൈം ടേബിൾ 2026-2027. അതായത് സേ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ആദ്യത്തെ കാര്യമാണ് ഒരു സ്റ്റഡി ടൈം ടേബിൾ കീപ്പ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സോ ഇനിയും മടി വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു എക്സാം ഫെയിലാവും. സോ നെക്സ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് അടുത്ത വർഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, പലതരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും. അതിനേക്കാൾ കുറച്ച് ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു 1 മന്ത് കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്ത് കറക്റ്റ് ടൈമിന് പഠിച്ചാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാർക്കോടുകൂടെ പാസ്സാവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നൊരു ടൈം ടേബിളാണ് നമ്മളുടെ ഇന്നത്തേത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഹൗ ക്യാൻ ഐ മാനേജ് മൈ ടൈം ഡെയിലി നമ്മൾ എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. സോ നമ്മളിവിടെ ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് കൃത്യസമയത്ത് എണീറ്റ് ശീലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ ടൈം ടേബിൾ പ്രകാരം 7 മണിക്കാണ് നിങ്ങൾ എണീക്കേണ്ടത്. സോ അതിന് മുമ്പ് എണീക്കുന്നവരാണെങ്കിലും ഓക്കെ ആണ്. പക്ഷേ എങ്കിലും ചുരുങ്ങിയത് 7 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എണീച്ചിരിക്കണം. ദെൻ 7 to 8 എന്ന് പറയുന്ന ബ്രേക്ക് ടൈമാണ്. അതായത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഫ്രഷ് ആവാം, മൊബൈൽ യൂസ് ചെയ്യാം. സോ നിങ്ങൾ പഠിക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും 7 to 8 ഉള്ളിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ 8 to 9:30 എന്ന് പറയുന്നത് അക്കൗണ്ടൻസി പഠിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ചില സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവില്ലേ, എനിക്കിപ്പോൾ അക്കൗണ്ടൻസി എഴുതാനില്ല, അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ എഴുതേണ്ടതായിട്ട് വരുന്നത് ആ ഒരു സബ്ജക്റ്റ് 8 to 9:30 എന്നുള്ളൊരു ടൈമിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ അക്കൗണ്ടൻസി കൊടുത്തത് എന്ന് ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾ രാവിലെ എണീച്ചാൽ ഒരു ഫ്രഷ് മൈൻഡ് ആയിരിക്കും അല്ലേ. സോ ആ സമയത്ത് നിങ്ങൾ പ്രോബ്ലംസോ കാര്യങ്ങളോ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മൈൻഡിൽ കയറാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് 9:30 to 10 എന്ന് പറയുന്നത്. 9:30 to 10 എന്ന് പറയുന്നത് ബ്രേക്ക് ടൈമാണ്. സോ നിങ്ങൾ പഠിച്ചതിന് ശേഷം കുറച്ച് ടൈം റിലാക്സ് ആയി ഇരിക്കണം. ആ ഒരു സമയത്ത് നിങ്ങൾ റിവിഷൻ ചെയ്യാനോ ടെൻഷൻ ആവാനോ ഒന്നും തന്നെ പാടില്ല. നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ് മൈൻഡിൽ ബ്രേക്ക് ടൈമാണ് നിങ്ങളുടെ 9:30 to 10 എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 10 to 11:30 ഈ ഒരു ടൈം നിങ്ങൾ തിയറി ഓറിയൻറ്റഡ് പേപ്പേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. സോ ഞാനിവിടെ ഓൾറെഡി ഒരു എക്സാമ്പിളായിട്ട് ബിസിനസ് സ്റ്റഡീസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഏത് പേപ്പറാണോ എഴുതാനുള്ളത് ആ ഒരു പേപ്പർ ഡെഫിനറ്റ് ആയിട്ട് പഠിക്കാൻ കൂടെ ശ്രമിക്കണം. കാരണം നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ, 8 to 9:30 എന്ന് പറയുന്ന സമയം പ്രോബ്ലം പേപ്പറാണ് നോക്കിയത്. സോ എഗെയിൻ അത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, 10 to 11:30 എന്ന് പറയുന്ന ടൈം ഡെഫിനറ്റ് ആയിട്ട് വല്ല തിയറി പേപ്പേഴ്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് 11:30 to 1 എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ടൈം ആണ് കേട്ടോ. പിന്നെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ, റിലാക്സ് ആവാൻ, TV കാണാൻ, അങ്ങനെയുള്ള എല്ലാ ടൈമും 11:30 to 1 മണി എന്നുള്ളൊരു സമയത്ത് നിങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. അത് മാത്രമല്ല 1 മണിക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര റിലാക്സ് ആയ മൈൻഡോട് കൂടി വേണം എഗെയിൻ ബുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. നെക്സ്റ്റ് ആണ് 1 to 2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിയറി ഓറിയൻറ്റഡ് പേപ്പർ എഗെയിൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ എക്കണോമിക്സ് കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് 1 to 2 എന്ന് പറയുന്ന ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. എന്ത് സ്കിപ്പ് ചെയ്താലും നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈം കൃത്യമായി കീപ്പ് ചെയ്ത് പഠിക്കാൻ കൂടെ ശ്രമിക്കണേ. അല്ലാതെ നിങ്ങളിപ്പോൾ ഇന്ന് പഠിക്കാം നാളെ പഠിക്കാം ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ അത് ബാഡ്ലി എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ 1 to 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ പേപ്പർ എക്സാമിനുള്ളത് ആ ഒരു പേപ്പർ പഠിക്കാൻ കൂടെ ശ്രമിക്കണം.
നെക്സ്റ്റ് ആണ് 2 to 3 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും അല്ലേ, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഫോൺ നോക്കുന്ന ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ TV കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കംഫർട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് 2 to 3 എന്ന് പറയുന്നത്. ദെൻ 3 to 4 ആണ്. ഇവിടെ നമ്മൾ മെയിൻലി എന്താണോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ്, ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ 4 സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. നിങ്ങൾക്ക് എന്താണോ എക്സാം എഴുതാനായിട്ട് വരുന്നത് ആ ഒരു പേപ്പർ എന്തായാലും 3 to 4 എന്ന് പറയുന്ന ടൈമിനുള്ളിൽ പഠിക്കാൻ കൂടെ ശ്രമിക്കണം. ദെൻ 4 to 5 എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ടൈമാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്താണ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി ആ ഒരു സമയം കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠിക്കണം എന്നുള്ള ടൈം ഡെഫിനറ്റായിട്ട് പഠിക്കണം. അല്ലാതെ ഈ ബ്രേക്ക് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുക. ഓക്കെ. ദെൻ 5:30 to 6:30 എന്ന് പറയുന്നത് റിവിഷൻ ടൈമാണ്. നിങ്ങൾ രാവിലെ തൊട്ട് ഇത്രയും നേരം എന്താണോ പഠിച്ചത് അതെല്ലാം ഒന്ന് വായിച്ചു വിടുക. നിങ്ങൾ പഠിച്ചിട്ട് വീണ്ടും വെറീഡായിട്ട് അയ്യോ ഇത് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ ഒന്നും ആലോചിച്ച് ടെൻഷൻ ആവണം. നിങ്ങൾ പഠിച്ചതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 3 പ്രാവശ്യം വെച്ച് വായിക്കാനായിട്ട് ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് 6:30 to 7 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ടൈമായിരിക്കും. കാരണം ഒരുപാട് പ്രഷർ ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ കുറച്ച് ബോഡി സ്ട്രെച്ചിങ് എക്സസൈസ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും ഇതുപോലെ തന്നെ നല്ല മൈൻഡോട് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കൂടെ സാധിക്കും. നെക്സ്റ്റ് ടൈമാണ് 7 to 8 എന്ന് പറയുന്നത്. ഇത് ഡിന്നർ ടൈമാണ് കേട്ടോ. അതായത് നമുക്ക് ഫുഡ് കഴിക്കാം, അതുപോലെ തന്നെ ഫാമിലി ടൈം ഉണ്ടാവും. ചില സ്റ്റുഡൻസ് ആണെങ്കിൽ എന്താണ് TV കാണും, മൊബൈൽ നോക്കും. അപ്പോൾ അതിനൊക്കെയുള്ള സമയമാണ് നമ്മുടെ 7 to 8 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് 8 to 9 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സമയമാണ്. നിങ്ങൾ ഇത്രയും നേരം സ്ട്രെസ്സായിട്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ 8 to 9 എന്ന് പറയുന്നത് മൊബൈലോ ന്യൂസോ നിങ്ങൾക്ക് എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യാൻ ഇഷ്ടം ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് 9 to 10 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളിന്ന് ഇത്രയും പഠിച്ചു, സോ അതിൽ എന്തൊക്കെ പഠിച്ചു, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെയാണ് എക്സാം ഫോക്കസ്ഡ് എന്ന് നോക്കിയിട്ട് കൃത്യം ഈ ഒരു ടൈമിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് 10 to 11 എന്ന് പറയുന്നത്. ഇത് എഗെയിൻ മൊബൈൽ ടൈമാണ് കേട്ടോ. പക്ഷേ മൊബൈൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നോക്കരുത്. അതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിലാക്സ് ആവുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുക. ഇപ്പോൾ മൊബൈലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഷോർട്സ് ഉണ്ടാവും. ചില ഷോർട്സിലൂടെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അറിയുന്നതുണ്ടാവും. അല്ലെങ്കിൽ ChatGPT ഉണ്ട്, അപ്പോൾ ആളോട് ഇങ്ങനെ സംസാരിക്കുക, എന്തൊക്കെയാണ് പഠിച്ചത് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട മൊബൈൽ ടൈമാണ് നമ്മുടെ 10 to 11 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ആദ്യം എണീക്കുന്ന സമയം എന്നുള്ളത്. സോ കൃത്യമായിട്ട് 7 മണിക്ക് എണീക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ എണീച്ചത് അതുപോലെ തന്നെ കൃത്യമായി ഉറങ്ങാൻ കൂടെ ശ്രമിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും കൃത്യം 11 മണിക്ക് നിങ്ങൾ ഉറങ്ങിയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്താലും പഠിക്കാൻ എന്ന് പറയുന്ന ഈ ഒരു സമയങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ കൂടെ ശ്രമിക്കണം. ദെൻ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യു മസ്റ്റ് ഇൻക്ലൂഡ് ദീസ് ഐറ്റംസ്. അതായത് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോപ്പർ സ്ലീപ്പാണ്. കൃത്യമായിട്ട് 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം. ഇങ്ങനെ കറക്റ്റ് ഉറക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെഡ് ഐക്ക്, സ്ട്രെസ്സ്, പ്രഷേഴ്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിലൂടെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങണം. അതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അടുത്തത്, അവോയ്ഡ് ഓവർ യൂസ് ഓഫ് മൊബൈൽ. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം പരമാവധി കുറയ്ക്കാൻ കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഏതൊക്കെ സമയത്താണ് കൃത്യമായി മൊബൈൽ നോക്കാൻ പറ്റുക എന്നുള്ളത്. സോ അത് മാത്രം കീപ്പ് ചെയ്ത് ആ ഒരു ടൈമിൽ മാത്രം ഫോൺ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത സമയമൊക്കെ അവോയ്ഡ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെയിലി പ്രോബ്ലംസ് വർക്കൗട്ടാണ്. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ അക്കൗണ്ടൻസി പോലുള്ള പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്കിതില്ല, നിങ്ങൾക്ക് തിയറി മാത്രം എഴുതാനുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്യേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിരിക്കണം.
നെക്സ്റ്റ് ആണ് യു മസ്റ്റ് എക്സസൈസ് ഫോർ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി എന്താവില്ല, ഇങ്ങനെ ഒരുപാട് ഹൈഡ്രേറ്റും കാര്യങ്ങളൊന്നും തന്നെ ആവില്ല. സോ നിങ്ങൾ പഠിക്കുന്നത് കൃത്യമായി മൈൻഡിൽ നിൽക്കാനും അതുപോലെ നിങ്ങൾ കുറച്ചും കൂടി എനർജറ്റിക് ആവാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു ടൈം ടേബിൾ എഫക്റ്റീവാണ്. അതുമാത്രമല്ല നിങ്ങൾക്കെല്ലാം കംഫർട്ട് ആവുന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ടൈം ടേബിളെങ്കിലും കൃത്യമായി കീപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഇനി വെറും കുറച്ച് ഡേയ്സസ് മാത്രമാണ് എക്സാമിനായിട്ടുള്ളത്. ഇനി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് പാസ്സാവാൻ സാധിക്കില്ല. ഇതുപോലുള്ള ഇൻഫോർമേഷൻസൊക്കെ കൃത്യമായി ലഭിക്കാനായി ഓൾറെഡി ഈ ഒരു ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.